എല്ലാ പ്ലസിലെ കുട്ടികൾക്ക് നമസ്കാരം. രാഹുൽ സാറാണ്. സോ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നു. കുറേ ക്വസ്റ്റ്യൻ നോക്കി ഏകദേശം 2002 തൊട്ട് 2023 ലാസ്റ്റ് നടന്ന നിങ്ങളുടെ ഈ മോഡൽ എക്സാമിൻ്റെ വരെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയ ഒരു 9 ക്വസ്റ്റ്യൻ, അതായത് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു 9 ക്വസ്റ്റ്യൻ. ഒരു 9 ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ നോക്കാൻ നേരത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം ഒരു 10ൽ കൂടുതൽ വട്ടമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണും. അതായത് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന പല രീതിയിൽ പല മാർക്കിന് റിപ്പീറ്റ് ചെയ്യുന്ന 9 ക്വസ്റ്റ്യൻ. അപ്പം ഇത് നമ്മൾ ഓൾറെഡി പല ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇത് പല രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ അത് ഡയറക്റ്റായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ പ്രോബ്ലംസ് ആയിരിക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ ടോപ്പിക്ക് തന്നെ നമ്മൾ 9 ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് 9. അപ്പോൾ ഞാൻ ഓരോ ടോപ്പിക്കും പറയാം, അതിൽ നിന്ന് ഏതിനൊക്കെ മാർക്കിന് ചോദിക്കാം, എങ്ങനെയൊക്കെ ചോദിക്കാം, ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയൊക്കെ എഴുതണം, ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. നോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്, പഠിച്ചാൽ മാത്രം മതി. ഒന്ന്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നല്ല ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. 1 മാർക്കിന് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ചോദിച്ചിട്ടുണ്ട്. എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? 2, എത്ര ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 4 ടൈപ്പ് ഉണ്ട്. എന്താ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എത്ര ടൈപ്പ് ഉണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? 4 ടൈപ്പ്. റിലേറ്റീവ് ലോറിംഗ് വേപ്പർ പ്രഷർ, എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ട് തന്നെ നമുക്ക് 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് ഒരുപാട് വട്ടം 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. 25 ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ വരുന്നുണ്ട്. അപ്പം ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞ് 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് യു മീൻ ബൈ ഓസ്മോട്ടിക് പ്രഷർ എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ പലപ്പോഴും 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എന്താ റിവേഴ്സ് ഓസ്മോസിസ്? സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോൾവെൻറ്റിൽ നിന്ന് സൊല്യൂഷനകത്തോട്ട് മൂവ് ചെയ്യുന്നു, തിരിച്ച് മൂവ് ചെയ്യും, റിവേഴ്സ് തിരിച്ച് നടക്കും. ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഓസ്മോസിസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പം പിന്നെ റിവേഴ്സ് ഓസ്മോസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഡീസലിനേഷൻ ഓഫ് സീ വാട്ടറിൻ്റെ ഉപ്പിനെ വേർതിരിച്ച് പ്യുവർ വെള്ളം സെപ്പറേറ്റ് ചെയ്യുന്നു. ഡീസലിനേഷൻ ഓഫ് സീ വാട്ടർ. അവിടെ നമ്മൾ ഉപ്പ് വെള്ളം എടുക്കുന്നു, പ്യുവർ വെള്ളം എടുക്കുന്നു. നോർമലി ഈ പ്യുവർ വെള്ളം ഉപ്പ് വെള്ളത്തിലോട്ടാണ് പോകേണ്ടത്, പക്ഷെ തിരിച്ച് നടക്കും. ഉപ്പിലെ വെള്ളം നമ്മുടെ പ്യുവർ വെള്ളത്തിലോട്ട് വരും. അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, അത് മസ്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത് ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ട് നമ്മൾ പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്യാറുണ്ട്. അതിന് കാരണം ലോ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ അതിനങ്ങനെ റൂം ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ ബ്രേക്ക് ഡൗൺ ഒന്നും സംഭവിക്കില്ല. അങ്ങനെയുള്ള റീസണൊക്കെ കൊണ്ടാണ് പ്രോട്ടീൻസിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് 0.9% ഓഫ് NaCl എന്താണ്? ഐസോട്ടോണിക്കാണ്. അതും ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന, പക്ഷേ പല രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതാണ് ബുദ്ധിമുട്ട്. പിന്നെ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഓസ്മോട്ടിക് പ്രഷർ വെച്ചിട്ടാവാം, അല്ലെങ്കിൽ റിലേറ്റീവ് ലോറിംഗ് വേപ്പർ പ്രഷർ, അല്ലെങ്കിൽ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. ഇതിൽ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത്രയുമാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇതേവരെ ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒന്ന്, എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? എത്ര ടൈപ്പ് ഉണ്ട്? ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? റിവേഴ്സ് ഓസ്മോസിസ് എന്താണ്? ആപ്ലിക്കേഷൻ എന്താണ്? പിന്നെ അത് കണക്ക് തന്നെ എന്തുകൊണ്ട് ഓസ്മോട്ടിക് പ്രഷർ പ്രോട്ടീൻ സിന്തസൈസിന് വേണ്ടി യൂസ് ചെയ്യുന്നു? ബ്ലഡുമായിട്ട് എങ്ങനെയാണ് NaCl എങ്ങനെയാണ് ഐസോട്ടോണിക് ആവുന്നത്? ക്വസ്റ്റ്യൻസ്. അടുത്തത് ബാറ്ററിയും ഫ്യൂവൽ സെല്ലും. എന്താണ് ഫ്യൂവൽ സെല്ല്? ഫ്യൂവൽസിനെ കത്തിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാൽവനിക് സെല്ലിന് എക്സാമ്പിളാണ്. ഒരു ഫ്യൂവൽ സെല്ലിന് ഒരു എക്സാമ്പിൾ പറയാമോ? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. എന്താ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്? ഹൈഡ്രജനും ഓക്സിജനും പമ്പ് ചെയ്ത് കത്തിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈഡ്രജനാണ് അവിടുത്തെ ഫ്യൂവൽ. അതിനെ കത്തിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈഡ്രജൻ മാത്രമാണോ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, മീഥേൻ യൂസ് ചെയ്യാം, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഹൈഡ്രജനാണ്. അതിൻ്റെ ആനോഡിലെയും കാഥോഡിലെ റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ സിമ്പിളാണ്. H2 + O2 gives H2. അതിൻ്റെ അഡ്വാൻറ്റേജ് എക്കോ ഫ്രണ്ട്ലി ആണ്, വാട്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ബാറ്ററി, പ്രൈമറി ബാറ്ററി, സെക്കൻഡറി ബാറ്ററി. അതിൻ്റെ പ്രൈമറി ബാറ്ററി എക്സാമ്പിൾ, അതിൽ ആനോഡ് കാഥോഡ് റിയാക്ഷൻ എന്താണ്? സെക്കൻഡറി ബാറ്ററിയാണ് നമുക്ക് സ്ഥിരം ചോദിക്കുന്നത്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി, അതിൻ്റെ റിയാക്ഷൻസ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കും പല രീതിയിൽ. ഓവറോൾ റിയാക്ഷൻ വെച്ചാൽ അത് മാത്രം എഴുതിയാൽ മതി, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്താണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ 1 മാർക്കിനാണെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്താണെന്ന് എഴുതാം. ഹൈഡ്രജനെ കത്തിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓവറോൾ റിയാക്ഷൻ ഇതാണ്. ആനോഡിൽ നിന്ന് നടക്കും, കാഥോഡിൽ നിന്ന് നടക്കും. അത് 3 മാർക്കിനൊക്കെ ചോദിച്ചാൽ അഡ്വാൻറ്റേജ് സഹിതം എഴുതും, ഫുൾ എഴുതും, ഡയഗ്രാമൊക്കെ വരച്ച് ഫുൾ എഴുതും.
പിന്നെ അറീനിയസ് ഇക്വേഷനും ഇൻ്റഗ്രൽ റേറ്റ് ലോയും. അറീനിയസ് ഇക്വേഷൻ ഒരുപാട് വട്ടം ഒരു മാർക്കിന് എന്താണ് അറീനിയസ് ഇക്വേഷൻ? റേറ്റ് കോൺസ്റ്റൻറ്റും നമ്മുടെ ആക്ടിവേഷൻ എനർജി തമ്മിലുള്ള റിലേഷനാണ്. K = AE⁻EA/RT. ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണെന്നും നമുക്ക് നോട്ട് എഴുതാം, ഒരു പ്രശ്നവുമില്ല. റേറ്റ് കോൺസ്റ്റൻറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. പിന്നെ അതിൻ്റെ ടേംസ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ ഒരു മാർക്കിനുള്ളതായി. പിന്നെ ഇൻ്റഗ്രൽ റേറ്റ് ലോ, അത് ഫസ്റ്റ് ഓർഡറിൻ്റെ ഉണ്ട്, സെക്കൻഡ് ഓർഡറിൻ്റെ ഉണ്ട്, സീറോ ഓർഡറിൻ്റെ ഉണ്ട്. ആ മൂന്നിന് ഇൻ്റഗ്രൽ റേറ്റിൽ എന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചേക്കുക, അത്രയും മാത്രം മതി, വേറെ ഒന്നുമില്ല അതിനകത്ത്. പക്ഷേ സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ മാഗ്നറ്റിക് ബിഹേവിയർ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡി ബ്ലോക്ക് എലമെന്റ്സിൽ രണ്ട് മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ട്, പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ നമ്മുടെ ഡി ബ്ലോക്കിലെ അവസാനത്തെ ഷെല്ലിൽ ഒറ്റയ്ക്ക് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്, എല്ലാവരും പെയർ ആണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്. പെയർ ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ്, ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ്. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ട്, 0 അല്ല. അത് കണ്ടുപിടിക്കാൻ √(n+2) അതിൻ്റെ യൂണിറ്റ് ബോർ മാഗ്നറ്റോൺ, B M. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഡി എഴുതുക, ഡിയിൽ എത്ര അൺപെയ്ഡ് ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിലും അത് പാരാമാഗ്നറ്റിക് ആണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക, അത് പാരാമാഗ്നറ്റിക് ആണ്. എത്ര എണ്ണം ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടെന്ന് നോക്കുക, അത് n പകരം കൊടുക്കുക, √(n+2). പിന്നെ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ഡി ബ്ലോക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ K2Cr2O7 അല്ലെങ്കിൽ KMnO4. പ്രിപ്പറേഷൻ ചോദിച്ചാൽ 3 മാർക്ക് പ്രിപ്പറേഷൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഏത് ഓറിൽ നിന്നാണ് KMnO4 അല്ലെങ്കിൽ K2Cr2O7 പ്രിപ്പയർ ചെയ്യുന്നത്? KMnO4 ആണെങ്കിൽ നമുക്ക് പൈറോളിസൈറ്റും, K2Cr2O7 ആണെങ്കിൽ ക്രോമൈറ്റും. ഇക്വേഷനും കൂടെ എഴുതണം. എന്താണ് പൈറോളിസൈറ്റ് ആണെങ്കിൽ MnO2 ദെൻ ക്രോമൈറ്റ് ഓർ ആണെങ്കിൽ FeCr2O4 എഴുതണം. പിന്നെ അതിൻ്റെ സ്ട്രക്ചർ, മാംഗനൈറ്റ് പെർമാംഗനൈറ്റിൻ്റെ സ്ട്രക്ചർ, ക്രോമൈറ്റ് ഡൈക്രോമൈറ്റിൻ്റെ സ്ട്രക്ചർ. പിന്നെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി. നമുക്ക് K2Cr2O7 KMnO4 ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും 2 എണ്ണം വീതം പഠിച്ചു വെച്ചേക്കാം, അത്രയും മാത്രം മതി. പിന്നെ SN1 SN2 റിയാക്ഷൻ അറിയാമല്ലോ. SN1 and SN2 എന്താണെന്ന് ക്ലാസിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. SN1 മാത്രം എഴുതാനും അറിഞ്ഞിരിക്കണം, SN2 മാത്രം എഴുതാനും അറിഞ്ഞിരിക്കണം. ദെൻ ഫിംഗൽസ്റ്റൈൻ-സ്വാർട്സ്. അത് ഫിംഗൽസ്റ്റൈൻ-സ്വാർട്സ് എന്ന് പറഞ്ഞ് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് ഭയങ്കര കുറവാണ്. റിയാക്ഷൻ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, RCl gives RI. അതായത് Cl മാറി I വന്നു, Cl Br മാറി I വരുന്നതാണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ ആകുമ്പോൾ Cl Br മാറി ഫ്ലൂറിൻ വരും. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷനകത്ത് Na-I-യും, സ്വാർട്സ് റിയാക്ഷനകത്ത് ഒരുപാട് പേരുണ്ട്, SbF3 ഉണ്ട്, COF3 ഉണ്ട്, അതിനൊക്കെ ഒരുപാട് പേരുണ്ട്. ഓക്കെ. ദെൻ ലൂക്കാസ് ടെസ്റ്റ്, ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ്. ലൂക്കാസ് ടെസ്റ്റ് അറിയാം, പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ആൽക്കഹോൾസിൻ്റെ ഡിസ്റ്റിങ്ഷൻ സിങ്കും അൺഹൈഡ്രസ് സിങ്കും ദെൻ HCl ആണ്, അത് ഓർത്ത് വെച്ചേക്കുക. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ കാർബണിൻ്റെ എണ്ണം അല്ലെങ്കിൽ കാർബണിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റും കൂടും. സെയിം നമ്പർ ഓഫ് കാർബൺ ആണെങ്കിൽ ബ്രാഞ്ച് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. ഫോർ എക്സാമ്പിൾ ഇതാ മെത്തനോൾ, പ്രൊപ്പനോൾ, But1ol, But2ol. ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? നമുക്ക് നോക്കാം. കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. കാർബണിൻ്റെ എണ്ണം എഴുതാം. മെത്തനോൾ 1 കാർബൺ, പ്രൊപ്പ് 3 കാർബൺ, ബ്യൂട്ട് 4 കാർബൺ, ബ്യൂട്ട് 4 കാർബൺ. കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. ഇതാണ് കാർബണിൻ്റെ എണ്ണം 4. ഇവർക്ക് 2 പേർക്കുമാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. പക്ഷേ 2 പേർക്കും സെയിം നമ്പർ ഓഫ് കാർബൺ ആണെങ്കിൽ ബ്രാഞ്ച് നോക്കുക. 1ol ഒന്നാമത്തെ കാർബണിൽ, 2ol രണ്ടാമത്തെ കാർബണിൽ. ഏതാ ബ്രാഞ്ച് വന്നേക്കുന്നത്? 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബണിൽ ഒരിക്കലും ബ്രാഞ്ച് വരത്തില്ല. ഇവിടാണ് ബ്രാഞ്ച് വന്നേക്കുന്നത്. ബ്രാഞ്ച് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ 2 പേർക്ക് ഒരേ നമ്പർ ഓഫ് കാർബൺ ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ ബ്രാഞ്ച് നോക്കുക. ഇയാൾക്ക് ബ്രാഞ്ച് ഇല്ല, ഇയാൾക്ക് ബ്രാഞ്ച് ഉണ്ട്. ബ്രാഞ്ച് വരുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഏറ്റവും ബോയിലിംഗ് പോയിന്റ് ആർക്കാ? ഇയാൾക്ക്, പിന്നെ ഇയാൾക്ക്, പിന്നെ കാർബണിൻ്റെ എണ്ണം, പിന്നെ കാർബൺ. ABCD എന്ന് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ C, പിന്നെ D, പിന്നെ B, പിന്നെ A. കാർബണിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ മാത്രമേ ബ്രാഞ്ച് നോക്കാവൂ. കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഇത് നോക്കിക്കേ, ഇതും ഇവിടെ ബ്രാഞ്ചില്ല, ഇവിടെ ബ്രാഞ്ച് ഉണ്ട് എന്നും പറഞ്ഞ് ഇയാൾക്ക് ബ്രാഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇയാൾക്കാണ് കൂടുതലെന്ന് എഴുതി വെക്കരുത്. കാർബണിൻ്റെ എണ്ണം ഫസ്റ്റ് നോക്കുക. കാർബണിൻ്റെ എണ്ണം സെയിം ആണെങ്കിൽ മാത്രമേ ബ്രാഞ്ച് നോക്കുക. ഇവിടെ കാർബണിൻ്റെ എണ്ണം സെയിം അല്ല, അപ്പം ബ്രാഞ്ച് നോക്കരുത്. ഓക്കെ, അപ്പം ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കഹോൾസ്. പിന്നെ ആൽഡോളും കന്നിസാരയും. അത് ആൽഡോൾ എന്താണെന്ന് ചോദിക്കാം, കന്നിസാരം എന്താണെന്ന് ചോദിക്കാം. ആൽഡോളും കന്നിസാരയും ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കാം, അല്ലാതെ റിയാക്ഷൻ വന്നിട്ട് പ്രോഡക്റ്റ് എഴുതാനും ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കും. ആൽഡോളിൽ ആൽഫ ഹൈഡ്രജൻ വേണം, കന്നിസാരയിൽ ആൽഫ ഹൈഡ്രജൻ വേണ്ട. ക്ലിയർ ആണല്ലോ.
ദെൻ ഹിൻസൻബർഗും ബേസിസിറ്റി. ഹിൻസൻബർഗ് ടെസ്റ്റ് നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. നമ്മുടെ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അമീൻസിൻ്റെ ബേസിസിറ്റി ഒരുപാട് വട്ടം പറഞ്ഞതാണ്. ഓക്കെ. പിന്നെ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും. പ്രോട്ടീൻ്റെ സ്ട്രക്ചർ അത് പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ക്വാട്ടർണറി, അത് മസ്റ്റായിട്ട് ഓരോന്ന് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പഠിച്ചു വെക്കണം. പ്രൈമറി സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്, സെക്കൻഡറി ആകുമ്പോഴത്തേക്ക് പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്, ടെർഷ്യറി ഫർദർ ഫോൾഡിംഗ് ആണ്, ക്വാട്ടർണറി ഓവറോൾ അറേഞ്ച്മെൻ്റ് ആണ്. ദെൻ കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചർ. കാർബോഹൈഡ്രേറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. പോളി, ഒളിഗോ, മോണോ. അതിൽ പോളിക്ക് എക്സാമ്പിൾ പഠിക്കുക, ഒളിഗോയ്ക്ക് എക്സാമ്പിൾ പഠിക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ പ്രോട്ടീൻ മാത്രം പഠിച്ചു വെച്ചേക്കുക. കാർബോഹൈഡ്രേറ്റിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ പറഞ്ഞാൽ ഗ്ലൂക്കോസ് മാത്രം പഠിച്ചു വെച്ചേക്കുക. ഗ്ലൂക്കോസിൻ്റെ സൈക്കിൾ സ്ട്രക്ചർ എല്ലാം പഠിച്ചു വെച്ചേക്കുക, പ്രിപ്പറേഷൻ ഉൾപ്പെടെ. ഇത് നമുക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന 9 ടോപ്പിക്കാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, അത്രയും കിടന്ന് തപ്പിയെടുത്ത് കൊണ്ടുവന്നതാണ്. മോസ്റ്റ് റിപ്പീറ്റഡ്, മസ്റ്റായിട്ടും പഠിച്ചിട്ടേ പോകും. ഓക്കെ, ഇതെല്ലാ ചാപ്റ്ററും ഉണ്ടേ, മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.